കളിമണ്ണിനെ കുറിക്കുന്ന 2 എബ്രായ പദങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഒന്ന് തിത്ത്, അതിൻ്റെ അർത്ഥം ചേറ്, സങ്കീർത്തനം 69:14. ചെളി എന്നും അർത്ഥമുണ്ട്, യെരമ്യാ പ്രവചനം 38:6, 57:20 എന്നിങ്ങനെയാണ് ആ വാക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് ഹോമർ എന്ന ഒരു പദമാണ്. മൺപാത്രം നിർമ്മിക്കുന്നതിനും കല്ല് നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്ന കളിമണ്ണിനെയാണ് അത് കുറിക്കുന്നത്. യെശയ്യാ പ്രവചനം 29:16, 45:9, യിരെമ്യാ പ്രവചനം 18:4. യോബ് 4:19 ഹോമർ മൺപുരയെ കുറിക്കുന്നു. അതിൻ്റെ ആശയം നശ്വരത അഥവാ ക്ഷണികതയത്രേ. യോബ് 30:19, യെശയ്യാ പ്രവചനം 10:6 തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെളിയെന്ന് ഈ പദത്തെ വിവർത്തനം ചെയ്തിരിക്കുന്നു. 3 പീലോസ് എന്നൊരു പദം. പുതിയ നിയമത്തിൽ കളിമണ്ണിന് ഉപയോഗിക്കുന്ന വാക്കാണ് പീലോസ്. യോഹന്നാൻ 9:6, 11, 14, 15. റോമാലേഖനം 9:21. യോഹന്നാനിൽ ചേറ് എന്നും റോമറിൽ മണ്ണ് എന്നുമാണ് വിവർത്തനം. 2 കൊരിന്ത്യർ 4:7 മൺപാത്രം പ്രാചീന കാലത്ത് വിലയേറിയ രത്നങ്ങളെ സൂക്ഷിച്ചിരുന്ന മൺപാത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഉൾക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളോട് താരതമ്യപ്പെടുത്തിയാൽ എത്രയോ വില കുറഞ്ഞതാണ് അവയെ വഹിക്കുന്ന പാത്രങ്ങൾ. കിണ്ണങ്ങൾ, മൺപാത്രങ്ങൾ എന്നിവ കളിമണ്ണ് ചുട്ട് നിർമ്മിച്ചിരുന്നു. 2 ശമൂവേൽ 17:28, യെരമ്യാ പ്രവചനം 18:3, 4, 19:1. BC 5-ാം സഹസ്രാബ്ദം മുതൽ മെസൊപ്പൊട്ടേമിയയിലും ഈജിപ്തിലും മൺപാത്ര വ്യവസായം തുടർന്നു വന്നു. പ്രാചീന സംസ്കാരങ്ങളുടെ കാലനിർണയത്തിന് പുരാവസ്തു ഗവേഷകരെ സഹായിക്കുന്നത് മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. കതകുകൾ മുദ്രയിടുന്നതിനും മൺഭരണികൾ അടച്ച് മുദ്രണം ചെയ്യുന്നതിനും കളിമണ്ണ് ഉപയോഗിച്ചിരുന്നു. യെരമ്യാ പ്രവചനം 32:14. രേഖകൾ എഴുതി സൂക്ഷിക്കുന്നതിന് കളിമണ്ണിൽ നിർമ്മിച്ച ഇഷ്ടികകൾ പ്രയോജനപ്പെടുത്തിയിരുന്നു. യെഹെസ്കേൽ പ്രവചനം 4:1. അസീറിയ, ബാബിലോണിയ എന്നിവിടങ്ങളിൽ നിന്നും അനേകം കളിമൺ ഫലകങ്ങൾ കിട്ടിയിട്ടുണ്ട്.